നമസ്കാരം. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 7.5 കൊല്ലങ്ങളായി, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്. ഉത്തര കൊറിയയുടെയോ ചൈനയുടെയോ ഒരു ചെറു പതിപ്പായി മാറിയിരിക്കുകയാണ്, അല്ല മാറ്റിയെടുത്തിരിക്കുകയാണ് കേരളത്തെ. തല്ലിച്ചതച്ചും കള്ളക്കേസിൽ കുടുക്കിയുമൊക്കെ എതിർക്കുന്നവരെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന പിണറായി ഭരണകൂടത്തിൻ്റെ മുഖത്തേറ്റ കനത്ത ഒരു അടിയായിരുന്നു വ്യാഴാഴ്ച പിണറായി വിജയനെയും വേദിയിലിരുത്തിക്കൊണ്ട് MT വാസുദേവൻ നായർ നടത്തിയ പരാമർശം. അശോകൻ ചരുവിലിനെയും സച്ചിദാനന്ദനെയും പോലെയല്ലാത്ത നട്ടെല്ലുള്ള നിരവധി സാംസ്കാരിക നായകരും സാഹിത്യകാരന്മാരുമാണ് MTക്ക് പരസ്യ പിന്തുണയുമായി പിന്നീട് രംഗത്തെത്തിയത്. ആ ഗണത്തിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നിരിക്കുകയാണ്, എഴുത്തുകാരനായ M. മുകുന്ദൻ. തെരഞ്ഞെടുപ്പ് ഇനിയും വരുമെന്നും ചോരയുടെ മൂല്യം ഓർക്കണമെന്നും ഇത് ഓർത്തുകൊണ്ടായിരിക്കണം വോട്ട് ചെയ്യേണ്ടത് എന്നുമാണ് മുകുന്ദൻ പറഞ്ഞിരിക്കുന്നത്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ വെച്ച് തന്നെയായിരുന്നു മുകുന്ദൻ്റെയും വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ്. ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൻ്റെ രുചി അറിഞ്ഞവരാണ്. അവരോട് പറയാനുള്ളത് സിംഹാസനത്തിൽ നിന്ന് ഒഴിയൂ എന്നാണ്. ജനം പിന്നാലെയുണ്ട്. ഇങ്ങനെയായിരുന്നു ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ കൂടിയായ M. മുകുന്ദൻ്റെ വിമർശനം. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം എന്നും അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടി മൂടിയെന്നുമാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ വെച്ച MT വാസുദേവൻ നായർ തുറന്നടിച്ചത്. അതും പിണറായി വിജയനെയും വേദിയിലിരുത്തിക്കൊണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം: ഈ പിണറായി വിജയനെ എത്രത്തോളം കേരളത്തിലെ പൊതുജനങ്ങൾ മാത്രമല്ല ഇതുപോലെയുള്ള മഹത് വ്യക്തിത്വങ്ങളും വെറുക്കുന്നു എന്ന. MT വാസുദേവൻ നായരെ പോലെയുള്ള ഒരാൾക്ക് പോലും അസഹിഷ്ണുത ഉണ്ടാകണമെങ്കിൽ ഈ പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും കയ്യിലിരിപ്പ് എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. 11-12 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ പോലും പിണറായി വിജയനെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ ഇത്തിരിയെങ്കിലും ഉളുപ്പുള്ളവരാണെങ്കിൽ ആ നിമിഷം രാജിവെച്ച് എങ്ങോട്ടേക്കെങ്കിലും ഓടിപ്പോകും. MT ഒരു തുടക്കമിട്ടു എന്നേയുള്ളൂ. M. മുകുന്ദനിലൂടെ, സാനു മാഷിലൂടെ, ജോയ് മാത്യുവിലൂടെ അതങ്ങനെ ആളിപ്പടർന്നു തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ. ആ തീയിൽ അധികാരത്തിൻ്റെ കയ്യൂക്കുകൊണ്ട് അന്യനെ തല്ലിച്ചതച്ച് ആനന്ദം കണ്ടെത്തുന്നവർ ദഹിച്ച് ചാരമാകുക തന്നെ ചെയ്യും. MT വാസുദേവൻ നായർ കൊളുത്തിയ അഗ്നി ഇനി കേരളത്തിലെ ഓരോരുത്തരും ഏറ്റെടുക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഈ നശിച്ച കമ്മ്യൂണിസ്റ്റ് ദുർഭരണത്തിന് ഒരറുതിയുണ്ടാകൂ.